ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ നമ്മൾ റിസോർട്ടിൽ ഒരു ദിവസം ഫുള്ള് അടിച്ചു പൊളിച്ച്, അപ്പോൾ അങ്ങനെ നമ്മളിനി നാട്ടിലേക്ക് തിരിച്ചു പോവല്ലോ. എന്നോ പിന്നെ പാർക്കിൽ പോണോ? ഏത് പാർക്കിലാണ് വണ്ടിയെ? വൈത്തിരി പാർക്കിൽ പോകണമെന്ന് ഇവിടെ വന്നപ്പോൾ തൊട്ട് പറഞ്ഞിക്ക്. അപ്പോൾ ആദ്യം അവിടെ പോകണം. ഞാൻ പിന്നെ ആദ്യം റിസോർട്ടിൽ പോയിട്ട് പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ വൈത്തിരി പാർക്കിലേക്ക് പോവാം. നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും വൈത്തിരി പാർക്കിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടാ. നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ഇനി ഇതുവരെ അങ്ങനെ കാരാത്ത ഇങ്ങനത്തെ റൈഡിലെല്ലാം കയറിക്കാ ഇല്ല. ഇന്ന് കയറുവാ? നമുക്ക് നോക്കാം. ഞാൻ മറ്റേ ഇവിടെ റമീസ് സൈക്ലിങ്ങിന് കാറ്റല്ലേ? ഓള് കയറുവാ? നമുക്ക് നോക്കുക എന്നാ. പിന്നെ നമുക്ക് നോക്കാം. എന്നാ ആള് വൈത്തിരി പാർക്കിലേക്ക് പോവാണ് കേട്ടോ. അവിടെയുള്ള എല്ലാ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള 2 റൈഡിൽ മിന്നുവിനെ കാറ്റണം. ഇന്നത്തെ പ്ലാന്. എന്നാ പോവാൻ നമുക്ക്. വൈത്തിരി പാർക്ക് ഫ്രീ പാർക്കിംഗ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ വണ്ടി പാർക്ക് ചെയ്യുക, ഫ്രീ ആണ്. എന്നിട്ട് പോലെ ജീപ്പ് ഉണ്ടാവും. ആ ജീപ്പിൽ നമ്മളെ പാർക്കിലേക്ക് കൊണ്ടുപോകാട്ടോ ചെയ്യാ. എന്നാ വണ്ടി ഉള്ളിൽ വെക്കല്ലേ? ഗൈസ്, നമ്മളിതാ വൈത്തിരി പാർക്കിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, എന്താ ക്ഷീണിച്ചു പോയോ? വാവ ഉറങ്ങാണ് കേട്ടോ. വാവ ഉറങ്ങാണ്. നമുക്ക് റൈഡ്സിലെല്ലാം കയറാൻ പോവല്ലേ? റെഡിയല്ലേ? അവസാനം പേടിച്ചിട്ട് അട്ടായിക്കരുത് കേട്ടോ. അഡ്വഞ്ചറസിൽ അങ്ങനെ കയറണ്ട, നമുക്ക് എല്ലാത്ത റൈഡിലെല്ലാം കയറാം. നോക്കാം. ഇവളെ കോൺഫിഡൻസ് എല്ലാം ഭയങ്കര. റമീസേ കണ്ടറിയണം. ഡയലോഗ് പോലെ നടക്കുമെന്നല്ലേ? അതെ, നമുക്ക് നോക്കാം. നമ്മൾ വൈത്തിരി പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാ. ഇവിടെയാണ് ഇറക്കം. ഇവിടുന്ന് നടന്ന് മുകളിലേക്ക് പോകണം. അപ്പോൾ ഇനി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നത്. ഇതിൻ്റെ മുമ്പ് ഇനി വീഗാലാൻഡ് അങ്ങനെ ഉള്ള വാട്ടർ തീം പാർക്ക് അങ്ങനെ ഒന്നും പോയിക്കില്ല? ഒന്നിലും ഇങ്ങനെ ഒരു റൈഡിൽ ഇനി ഇതുവരെ ജീവിതത്തിൽ കയറിയില്ല? എന്താ? അതുകൊണ്ടാ പോവാഞ്ഞേ? അപ്പൊ എനിക്ക് ഇങ്ങനെ ഇതിലൊക്കെ കയറാനൊക്കെ ആഗ്രഹം ഉണ്ടായിനോ? ഉണ്ടായിനോ? ആ ആഗ്രഹം എല്ലാം നമുക്ക് ഇന്ന് സാധിക്കാട്ടാ. ഇന്ന് എല്ലാ റൈഡിലും കയറിയിട്ട് ആഗ്രഹം തീർത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. എന്താ, റെഡിയല്ലേ? അവസാനം മതിയോ എന്ന് പറഞ്ഞ അട്ടായിക്കരുതേ. അപ്പോൾ ഇന്ന് ഓള ആഗ്രഹങ്ങളും ഇവിടുന്ന് എല്ലാ റൈഡിലും കയറ്റി ഇനി ഒരു വാട്ടർ തീം പാർക്ക് പോയിക്കില്ല, അത് എക്സ്പീരിയൻസ് ചെയ്തിക്കില്ല എന്നോള് പറയരുത് അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം വയനാട് വൈത്തിരിയിലെ വൈത്തിരി പാർക്ക് എന്ത് രസമല്ലേ. ഇവിടെ രാവിലെ വന്നാൽ വൈകിട്ടാവും വരെ നമുക്ക് ഒരുപാട് റൈഡിൽ ഏകദേശം 40ൻ്റെ മുകളിൽ റൈഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ അഡ്വഞ്ചറസ് റൈഡും അമ്യൂസ്മെൻറ്റ് റൈഡ്, വാട്ടർ റൈഡ്, അങ്ങനെ ഓരോ തരത്തിലുള്ളതും എല്ലാം സൂപ്പറാണ്. അഡ്വഞ്ചറസ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര അഡ്വഞ്ചറസ്. കിളിപാറുക എന്നല്ല നിങ്ങൾ കേട്ടിക്കാ? അതുപോലെ കിളിപാറുന്ന ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. ഉയ്യൻ്റെ മോനെ എന്നെല്ലാം വിളിച്ചു പറയുന്നിട്ട് ഓരോരുത്തർ റൈഡുമൊക്കെ ഐറ്റ. പിന്നെ സ്വിമ്മിംഗ് പൂളുകൾ കണ്ടില്ലേ? വാട്ടർ റൈഡ് പൊളിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡ്. നിങ്ങളിനി എന്തിനാണ് വൈകുന്നത്? വേഗം ഇങ്ങ് പോരെ നമ്മളെ വയനാട്ടിലേക്ക്. എന്നിട്ട് വൈത്തിരി പാർക്കിൽ വരിക, ഒരു ദിവസം അടിച്ച് പൊടിക്കുക. നമ്മളെടുക്കുന്ന ടിക്കറ്റ് നമുക്ക് മുതലാവും കേട്ടോ. അത്രയും പെർഫെക്റ്റാണ്. ആ കപ്പിൻ്റെ അകത്തുനിന്ന് വെള്ളം മറിയുന്ന കണ്ടങ്ങൾ എന്ത് രസമല്ലേ? വൈത്തിരി പാർക്കിൽ പോയാൽ നമ്മളെ കുറ്റ്യാടിക്കാരും നാദാപുരംകാരും വടേരക്കാരും ബാണിയക്കാരെല്ലാം ഉള്ളൂ. ഓറയുടെ പോയിക്ക് ഓറയുടെ എന്നെല്ലാം കുട്ടികളിങ്ങനെ ചോദിക്കുന്ന കണ്ടേരം നിങ്ങൾ വടകരയാണോ എന്ന് ഞാൻ ചോദിക്കും. അതേ നോലി ചിരിച്ചോണ്ട് പറയും, മറ്റുള്ള ജില്ലക്കാർക്കും സ്വാഗതം, തിരുവനന്തപുരംകാരും തൃശ്ശൂർക്കാരും എല്ലാം ഇങ്ങോട്ട് ബാ മക്കളെ, വയനാടൊന്ന് എക്സ്പ്ലോർ ചെയ്യ്. എല്ലാ ജില്ലക്കാർക്കും പറ്റിയ പൊളി വൈബാണ് ഇവിടെ. പാലക്കാട്ടുകാരും കൊല്ലംകാരും എല്ലാവരും വേം ബാ ഇങ്ങോട്ട്. ഇത് വടേരക്കാരും നമ്മളെ കോഴിക്കോട്ടുകാർക്കും മാത്രമേ ഉള്ളതല്ല കേട്ടോ. ഇവിടെ ലേശം നടക്കാനുണ്ട്. ഒറ്റ കൈയെല്ലാം കുട്ടികളെ. ഓ ഭയങ്കരാണല്ലോ. ഒറ്റക്ക് അങ്ങ് എത്തണമെന്നല്ലേ? അപ്പൊ ഗൈസ്, വൈത്തിരി പാർക്കിന്റെ എൻട്രൻസിലേക്ക് ഇതാ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മള്. മുകളിലൊക്കെ റൈഡ് ഉണ്ട്. നമുക്ക് ആദ്യം ഇവിടെ താഴെ പോയിട്ട് വരാം. എന്നോ അതിൽ കാരണം എനിക്ക് ഊഞ്ഞാലും ഇനി എന്തെല്ലാം ഡയലോഗ് അടിച്ചേനു. എല്ലാ റൈഡിലും ഞാൻ കാരുന്നല്ല പറഞ്ഞേ. രമേശനെ പിടിച്ചോ?
വെള്ളമായാലേ മോൻ്റെ ഇവിടുന്ന് ഈ റൈഡിങ്ങിനെ കഴിഞ്ഞ് താഴെ പോകുമ്പോൾ നേരെ അതിൽ കയറിയിട്ട് താഴോട്ട് പോകാം. പൊട്ടിക്കണ്ട പോരൻ്റെ മേൽക്കൂരല്ല, പേടിക്കാനൊന്നുമില്ല, എല്ലാം മരത്തുമല്ലേ. വാ അങ്ങനത്തെ ഞാനില്ലേന്നൊന്നും പറയാ, നീ ഡയലോഗ് എന്നേലും പറഞ്ഞേ. എല്ലാ റൈഡിലും ഞാൻ പോയാൽ മാറ്റം നിൽക്കണം. എന്താ പിന്നെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എന്തേലും ഡയലോഗ്? ഞാൻ എല്ലാ റൈഡിലും കേറുന്നൊക്കെ ഡയലോഗ് അടിച്ചോ മനസ്സിൽ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത ഇനി ആ ഊഞ്ഞാലാ കാര്യം പോന്നെ. എന്താ ഇല്ല പറഞ്ഞേ? പിന്നെന്തോ ഇവിടെ കണ്ടാ ഇത്രേ ഉള്ളൂ, ഒന്ന് കയറുവാണെ കോള തല ഇറങ്ങിക്ക്. അത് നമ്മളിവിടെ അല്ല എല്ലാ റൈഡിലും കയറുന്നു. ഞാൻ കണ്ണൊന്നും പൂട്ടാണ്ട്. അതെ, റമീസ് കണ്ണു പൊട്ടി കളഞ്ഞിക്ക്. റമീസ് ധൈര്യം കുറവാട്ടെ റമീസിന്. എന്തെന്ത് കണ്ണം പിടിക്കാൻ ഒന്നും അറിയൂല. എന്താ ഡയലോഗിന് ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്നല്ലേ റമീസ് പറഞ്ഞേ. പക്ഷെ റമീസ് അടുത്ത നമുക്ക് ഊഞ്ഞാല് കയറാം, അതിൽ കയറാം, അത് നൈസാ. ആകാശത്തൊട്ടില് ചെറുങ്ങനെയാണല്ലോ. ഇതാ ഞങ്ങള് ചോല നോക്കിയിരുന്നതാണ് കേട്ടാ. ഇവിടെ വലിയ വെയിലില്ലാത്ത ഇടത്തില് നമ്മളേ ഉള്ളൂ. റമീസ് ഇപ്പൊ കയറിക്കാം, 4-5 ആളാട്ടെ, എന്നാലും രസം ഉണ്ടാവും. റമീസ് വരുന്നില്ല? റമീസ് കയറിക്കോ, ഇത് മെല്ലെ ആവുന്നല്ലോ. അടുത്തതിന് കയറിക്കോ. എന്താ നിങ്ങളിപ്പോ എവിടെയുള്ളതെന്നറിയാമോ? മോളിലാ. കയറിക്കോ. അവന്റെ കൂടെ വേണോ? കയറിക്കോ. നടുക്കിരിക്കണോടാ, നടുക്കേക്ക്. ഒരാൾക്ക് ഇവിടെ കയറിക്കൂടാ. ചിഞ്ചുവിനെ സിമ്പിൾ മെല്ലേടാ പോ, കയറിക്കോ നടുക്ക്. എന്താ ഇഞ്ച അഭിപ്രായം എങ്ങനെയുണ്ട്? വാവ എണീച്ചിക്ക് താഴൊക്കെ ഓണമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് മുങ്ങുന്നതാണോ? വാവ എണീച്ചിക്ക് വാവയും ഉമ്മയും താഴെ അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് ഇൻഷാ അല്ലാഹ് വാവക്ക് പാലും ഒക്കെ കൊടുത്തിട്ട് വരുക. ലാസ്റ്റ് കയറിയില്ല? ഓ ഞാനും കയറിക്ക്, ബാലൻസ് ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ആയി ഒന്ന് പേടിച്ചിട്ട്, നമുക്കൊന്ന് പേടിച്ചാലോ? കമോൺ, ഹൊറർ ഹൗസ്. നമ്മളെ പേടിപ്പിക്കണ കണ്ണാടി ആറ്റാൻ കൊണ്ടുപോക്കേണ്ടി വരും. ഇവിടെ വേറെ ഒന്നും കണ്ടു പേടിക്കാം. ഇതാണോ ഹൊറർ ഹൗസ്? വാ, കുരാക്കൂരിരുടാണ് ഗൈസ്.
ബോ ഇഞ്ഞ പോലുള്ള ഒരാള് ഓ പേടിച്ച് വിറക്കുന്നുണ്ട്. ഇതൊരു ഒന്നൊന്നര ഹൊറർ ഹൗസാട്ടോ. കഴിഞ്ഞാ ആണോ? ഇവിടെ ആരോ ഒന്നുണ്ടല്ലോ. ഗൈസ് വല്ലാത്തൊരു പേടിപ്പിക്കലെന്നെ. ഇതൊരു മറ്റേ കഴിഞ്ഞ ഇനി എങ്ങോട്ടാ? ഇപ്പോഴാണ് ശരിക്കും പേടിച്ച്. കണ്ണാടി കണ്ടേരോ, ഇതുവരെ എങ്ങനെ പേടിച്ചിട്ടില്ലേനു. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എനിക്കെല്ലാം അപ്പൊ ഗൈസ് എനിക്കെല്ലാമായി തിരുപ്പതിയായി എന്ന് പറഞ്ഞ പോലെ കണ്ണാടി ആടെ ഇല്ല. എനിക്ക് ഇത്ര പേടിക്കൂല. ഇനി ലാസ്റ്റുള്ള കണ്ണാടിയാണ് കൂടുതൽ പേടിപ്പിച്ചത്. നമുക്ക് ഇനി അടുത്ത റൈഡിലേക്ക് പോവാം. കമാൺ. അപ്പോൾ ഫ്രണ്ട്സ് റൈഡിൽ കയറി എന്നെ തളർന്നിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് സാമ്പാറും ചോറും തിന്നാന്ന് വിചാരിച്ച്. എന്താ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കണ്ടിട്ടാ. കുറ്റിയാടി കക്കട്ടിൽ നമ്മളെ വടേരക്കാർ തന്നെ ഇഷ്ടം പോലെ. പിന്നെ തിരൂരുള്ളവരും മലപ്പുറമുള്ളവരെല്ലാം ഉണ്ട് അല്ലേ. നാദാപുരമുള്ള വടേരക്കാർ ഏടെ ഉണ്ടോ ആടെ ഉണ്ട് ഞങ്ങളെന്ന് പറഞ്ഞവര് അല്ലേ. പിന്നെ ചെറിയ ഓറിൻ്റെ വരുന്നതെന്നെല്ലാം പറയുമ്പോൾ തോന്നുന്നു നമ്മളെ നാട്ടിലാണല്ലോ ഓറ് എന്നെല്ലാം വിളിക്കല്. അങ്ങനെ ചില കോഡ് ഭാഷയിലൂടെ വേഗം മനസ്സിലാവും. എന്നാ ഫുഡ് കഴിക്കല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. കുഞ്ഞിനവിടെ ഉള്ള ഒരാളായിട്ട് കൊടുത്ത. എന്താ എനിക്ക് ബേജാറുണ്ടോ? 2 കുട്ടികളെ ഉമ്മയാണ്, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ബേജാറൊന്നുമില്ല. ഞാനുണ്ടല്ലോ അങ്ങനെ പറഞ്ഞല്ല. കൗത്തുറച്ചിക്കുന്നാണല്ലോ തോന്നുന്ന കണ്ടാല്. ആ അതെ അതെ അല്ല ശരിയാ. അത് പറയണം. കൈയൊക്കാണ്ട് എടുത്ത് പോകുമ്പോ. ആ അതെ 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 അതെ. ഇവളെ ബേജാറുണ്ട് പറഞ്ഞായിരിക്കും. ഇനി ഫുഡും കഴിച്ചിട്ട് റമീസ് നൈസിൽ ഒന്നിലും കരാണ്ട് നൈസിൽ എസ്കേപ്പ് ആയി നടക്കുക. എനിക്ക് തല കറങ്ങുന്ന എന്നെല്ലാം പറഞ്ഞ അവിടെ നിൽക്കുക. അല്ലേ പട്ടാളത്ത് പോകണ്ടേ അറിയാം. നല്ലോണം മുറുകിയില്ല. ഏത് മുറുകാത്തേത്? ഏത് മറ്റേ ആകാശത്തൊട്ടിലാ? അത് ലോക്കായില്ല, പ്രശ്നമൊന്നുമില്ല. അതിലൊന്നും ഇനി ഉന്തിയിട്ടാലോ അതിൽ ഉന്തി ഇട്ടാലോ അത്രയും മെല്ലെ അത് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സദ്യ ആണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. വെക്കേഷൻ സമയത്താണ് മെയിനായിട്ട് ഇവിടെ സദ്യ കാര്യങ്ങളൊക്കെ. എല്ലാ സമയത്ത് ബിരിയാണി അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇത് എത്ര ഐറ്റംസ് ആണ്? 20ഓളം ഐറ്റംസ്, 20+ ഐറ്റംസ് ഉണ്ട്. അതെ. അപ്പോൾ 20+ ഐറ്റംസ് ഉള്ള അടിപൊളി സദ്യയാണ് കേട്ടോ. ഇവിടെ എത്തിയിട്ട് സാധാരണ നമ്മളൊരു പാർക്കിലെല്ലാം പോയാൽ ഫുഡ് കഴിക്കൽ നമുക്ക് വലിയൊരു സീനായിരിക്കും. കാരണം നല്ലൊരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരുപാട്. പക്ഷെ ഇവിടെ സീനില്ല കേട്ടോ. ഇവിടെ ഫുഡിൻ്റെ കാര്യമായാലും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ വൈത്തിരി പാർക്കിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഓണത്തിന് കഴിച്ചതാ സദ്യ ഇല്ല. പിന്നെ ഇനി ഓണത്തിന് ശേഷം ഇനി കഴിച്ചിനോ? അന്ന് ഓണത്തിന് കഴിച്ചാ. അപ്പോൾ ഐറ്റംസ് വിളമ്പിയിട്ട് കഴിയുന്നില്ല കേട്ടോ. എന്താ 20 കൂട്ടം സദ്യ, 20 കൂട്ടം ഐറ്റവും സദ്യ. നിങ്ങൾ കഴിച്ചാ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അത് മധുരമായിരിക്കും. ഇത് മാമ്പഴത്തിൻ്റെ മധുരല്ലേ. ഇത് കൂട്ടുകറി. ഇത് എടുത്തോക്ക്, ടേസ്റ്റ് ചെയ്യേ. ഇഷ്ടമാണോ? പിന്നെ ഇത് ഇപ്പറുള്ള എന്താ ടേസ്റ്റ് ചെയ്യ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണോ? അതിനാ കാണിച്ചു തരുന്നത്. പിന്നെ ഇത്
ആന്നല്ലേ എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ നോക്കി രസാളാണ്. മനസ്സിലായിക്കല്ലോ. അത് നോക്ക്. ഇത് പിന്നെ അച്ചാറ് പിന്നെ ഇന്നലെ അവള് പറഞ്ഞ പോലെ എല്ലാ ജില്ലയിലും അച്ചാറിന് ഒരേ ടേസ്റ്റാ. ബാക്കി നോക്കിയാൽ മതി. അപ്പൊ ഗൈസ് നമ്മള് 3Dയിലേക്ക് പോവാണ്. എന്താ ഇതുവരെ 3D എഫക്റ്റ് കണ്ടുക്കാ? ഒരു പ്രത്യേക ഒരു തരത്തിലുള്ള നമ്മളെ കണ്ണിൻ്റെ അടുത്ത് വരുമ്പോലുള്ള ഒരു ഫീലാ. വാ കയറിക്ക. ഇങ്ങോട്ടോ ഇങ്ങനെ കേട്ടോ സിനിമ തിയേറ്റർ ഉണ്ടാകുക. തിയേറ്ററിൽ വന്നില്ല എന്ന് പറയാറ് കേട്ടോ. ഇങ്ങനെ ടാക്കീസ് ഉണ്ടാവുക ഫിലിമിൻ്റെ. ഇങ്ങനെയാണ് സിനിമ തിയേറ്റർ ഉണ്ടാവുക. ലാ ഹൗല വല ആരോടി സിനിമ ടാക്കീസ് പോയിന്ന് നീ കേട്ടോ ഇത്? ആക്കട്ടെ എന്നാ നമുക്ക് ഇതിലേക്ക് കടക്കാം ഇനി, എന്നിട്ട് കാണാം. പിന്നെ ചെറിയ രീതിയിൽ ഇപ്പം എനിക്ക് ഈ സ്ക്രീൻ എന്തെങ്കിലും കാണുന്നുണ്ടോ? അയ്യോ 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 രക്ഷിക്കണേ, ഓടി വരണേ, ഞാനിതാ ട്രെയിനിൽ കൂടി പോന്നേ, മുമ്പിൽ തവള ഉണ്ട്, പാമ്പുണ്ട്, രക്ഷിക്കണേ, കൊക്കയിൽ വീണു, പാലത്തുമുരിപ്പം തലയിടിക്കും. പിന്നെ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്റെ മോളെ മഴയെല്ലാം പെയ്ത് കിട്ടാ അതിന്റെ ഇടക്ക്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എനിക്കറിയോ, ഞാൻ ശ്വാസം വിടാണ്ടെന്നതാ. പിന്നെ എനിക്കൊരു എന്നാ ഫീല് വന്ന കാട്ടുകൂടെ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. സാധനം അടുത്തേക്ക് വരുമ്പോലെ വന്നീനാ. അതാണ് 3D. റമീസിനാ വലിയ പേടിയായില്ല, ഞാൻ കൊറേ പ്രാവശ്യം പോയിക്കുന്നല്ലോ. ഞാൻ കണ്ണീര് ഉടച്ചിട്ട് ആണോ? ഉഷാറായിക്കില്ല, ഒരു വേറെ അനുഭവം ആയിക്കില്ല. അതേറ്റ് 3Dയിൽ വരുന്ന മസാജിങ് മെഷീൻ കണ്ടപ്പോൾ അതൊന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. നമ്മൾ ഓരോ മാളിലൊക്കെ പോകുമ്പോൾ 60 ഉറുപ്പ്യൊക്കെ കൊടുത്ത് ചെയ്യലുണ്ട്. അതേപോലെയുള്ള ഒരു മസാജർ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയിരുന്നത്. അപ്പോൾ മെറ്റൽ ഒക്കെ ഒഴിവാക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്തിനാ, ഞങ്ങൾ അന്ന് ഒഴിവാക്കലില്ലാലോ എന്നുള്ളൊരു ഭാവം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത നേരം മനസ്സിലായി പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് കേട്ടോ. ഇതുവരെ ചെയ്തിട്ടുള്ളൊരു മസാജ് അല്ലേനു സംഭവം. മിഷ്യൻ തന്നെയാണെങ്കിലും ഇത് നല്ല എന്താ പറയുക ടോപ്പ് മിഷ്യനാണ്. കിടിലം മസാജ് ചെയ്യുന്നു കേട്ടോ. കാലിൻ്റെ അടിയിലായാലും എല്ലാം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബ്ലഡ് സർക്കുലേഷനൊക്കെ ബെസ്റ്റ് സംഭവമാണ് കേട്ടോ ഇത്. ശരിക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ഒരു മെഷീനിൽ ഞാൻ മസാജ് ചെയ്തില്ല. അത് വെറുതെ പറയുകയല്ല, നമ്മൾ പലയിടത്തൊന്നും ഇതേപോലെ മെഷീനിൽ കയറി മസാജ് ചെയ്തിക്കെങ്കിലും ഈ ഒരു മെഷീനാണ് ശരിക്കും എൻ്റെ ഒറിജിനലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. കാലിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഉരുണ്ട് കാര്യം പോലെ ഇക്കിളി ആയോടും. ഐറ്റാ സാധനം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വൈത്തിരി പാർക്കിൽ പോകുമ്പോൾ ഈ മസാജിൻ്റെതും പിന്നെ അതേപോലെ അപ്പുറം ഫിഷിൻ്റെതൊക്കെ ഉണ്ട്, അതെനിക്ക് കാണിച്ചു തരാം. അതൊക്കെ മസ്റ്റ് ട്രൈ ആണേ. ഒന്ന് ചെയ്ത് നോക്ക്, മുതലാവും. ഓക്കെ, അടുത്തായിട്ട് ചെയ്യാൻ പോയത് ഫിഷ് സ്പായാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാല് കഴുകണം. കാല് നല്ല രീതിയിൽ എന്തോ ക്ലോറിനോ എന്തോ ഒരു വാട്ടർ ഉപയോഗിച്ച് കഴുകുമ്പോഴാണല്ലോ മീൻ നമ്മളെ കാലിലേക്ക് വന്നിട്ട് അത് അങ്ങനെ ആവുക. അപ്പോൾ കാല് നല്ലോണം കാല് കഴുകി കാരുക. അതാണ് ഇവളെയും കൂടി കൂട്ടുന്നുണ്ട്. അവള് അതിന് നിൽക്കുമെന്നെല്ലാം പഠിച്ചവനറിയാം. എന്തായാലും കാലൊന്ന് കഴുകി വൃത്തിയായിക്കോട്ടെ അല്ലേ. ഇനിയിപ്പോൾ ഫിഷ് സ്പാ അവൾ ചെയ്തില്ലെങ്കിലും കാലം കഴിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാല് കഴിക്കിച്ച്. അപ്പോൾ എന്നിട്ട് നമുക്ക് നോക്കുക. നല്ല മുഴുത്ത ഇനം മീനുകളാണ് കേട്ടോ. ഒരു 5-6 എണ്ണത്തിൻ്റെ പുരയെ കൊണ്ടുപോകാൻ തരുമോ എന്ന് ചോദിക്കണം. കാരണം അത്യാവശ്യം പുരയെന്ന് ഇങ്ങനെ കാലിട്ടിരുന്നാൽ ഒരു സ്പാ ആണല്ലോ, വെറുതെ ഇരിക്കുമ്പം ചെയ്യാമല്ലോ അല്ലേ. മീൻ സ്പാ, ഈ ഫിഷ് സ്പാ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയുണ്ട്. അവിടെ എഴുതി വെച്ചിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് അവസാനമാണ് കണ്ടിട്ടുണ്ടേ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കാലും കഴുകി അതിൻ്റെ മുകളിൽ കയറി. ഇനിയിപ്പോൾ കാല് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അവിടെ ഇരിക്കണം. ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ച്. ഓള് ജസ്റ്റ് ഒന്ന് കാല് വെക്കലും 2 മീൻ കൊത്തിക്കേ ഉള്ളൂ. അപ്പോഴൊക്കെ എന്നെ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓള് കാല് വലിച്ചു കളഞ്ഞു. എന്തായാലും കാല് കഴുകിയത് നന്നായിക്കുക, അതൊന്ന് വൃത്തിയായല്ലോ. എൻ്റെ കാല് മീനെല്ലാം കൂടി പൊതിഞ്ഞ് കിട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കാലിൽ ഇഷ്ടം പോലെ ചേറുണ്ടാവും. അത്രയ്ക്ക് പൊതിഞ്ഞോട്ടേക്ക് മീൻ.
അപ്പോൾ എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഇതൊക്കെ നല്ലതാണല്ലോ. ഇത് സ്ട്രെസ്സ് റിലീഫിനൊക്കെ വളരെ നല്ലതാണ്. ടെൻഷൻ അടിച്ചൊക്കെ നിൽക്കുമ്പോൾ ഇതേപോലെ മീൻ മസാജ് ചെയ്താൽ, മീൻ സ്പാ ചെയ്താൽ നമുക്ക് വളരെ നല്ലതാണ്. അതേപോലെ കാലിലുള്ള അഴുക്ക് പോകും. പിന്നെ കാലിൻ്റെ അടിയിലുള്ള വേദന ഉണ്ടാവുമല്ലോ, കാലിൻ്റെ അടിയിലുള്ള തിരിപ്പ് വേദന, അതിനൊക്കെ പറ്റിയതാണ് ഈ മീൻ മസാജ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിതാ ഒരു ഫോട്ടോയും എടുത്തിട്ടോ. ഇതാ ഉള്ള ഫ്രെയിം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. ഓക്കെ, നേരെ വീട്ടിലേക്ക് പോവാം. നമ്മളിതാ ഇവിടുന്ന് പോവാണ്. ഓക്കെ, ഇവിടുത്തെ റൈഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈത്തിരി പാർക്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. ഒരുപാട് റൈഡ്സ് ഉണ്ട്, ഒരുപാട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ രാവിലെ ഒരു 9 മണിക്കൂടെ ഓപ്പൺ ആവും. എന്നിട്ട് ഒരു 6 മണി വരെ അൺലിമിറ്റഡ് റൈഡ്. പിന്നെ ഓരോന്നിലും കാര്യം സെപ്പറേറ്റ് ഒന്നുമില്ല. ഒരു മീൻ മസാജ് അങ്ങനെ ഒരു 2-3 ഐറ്റമാണ് ഇതിൽ ഉൾക്കൊള്ളാത്ത. ബാക്കി എല്ലാ റൈഡും ഇതിൽ ഉൾക്കൊള്ളും. ഒരു എൻട്രി ഫീല് നിങ്ങൾക്ക് എല്ലാ റൈഡിലും കയറുകയൊക്കെ ചെയ്യാട്ടോ. പിന്നെ ഫ്രീ ആയിട്ടാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് ജീപ്പിൽ ഇതിൻ്റെ മുകളിൽ വരെ കൊണ്ടുവരും. പിന്നെ ഫുഡിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ റെസ്റ്റോറൻറ്റൊക്കെ ഉള്ളിലുണ്ട്. ഞങ്ങൾ നല്ല സദ്യയാണ് കഴിച്ചത്. സദ്യ, ബിരിയാണി അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ എല്ലാവരും വൈത്തിരി പാർക്കിൽ പോരി. ഓക്കെ.